അയാളുടെ മകളുടെ കല്യാണത്തിൻ്റെ വെഡിങ്ങിൻ്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ കയറി അങ്ങ് വന്നു. മനസ്സിലാക്കോ, ഹിജാബ് മാത്രമല്ല, ആ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാക്കാം. അതായത് ടോപ്പ് അധികം സ്ട്രാപ്ലെസ്, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണ് ഉപയോഗിക്കാം. ആ രീതിയിലുള്ള വസ്ത്രവും മുൻഭാഗത്തിൻ്റെ ഒരുവിധം, ഞാനത് പറയുന്നത് കാരണം ഒരു സ്ത്രീ വിരുദ്ധനല്ല, സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, അത് അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹവും. അപ്പം അയാളുടെ മകളുടെ കല്യാണത്തിന് ഇതേപോലെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന അതിൻ്റെ വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലാണ്. കാരണം ഇത് പ്രൈവറ്റ് വീഡിയോയാണ്, ഇത് ലീക്കായി. അപ്പം അത് കാണുകയും കേരളത്തിലും മറ്റുള്ള ഇന്ത്യയിലും ഈ ഹിജാബിന് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന കിഴങ്ങന്മാർ, പൊട്ടന്മാർ ഇതുകൂടെ നോക്കണം. ഇതുണ്ടായിരിക്കുന്ന ഇറാനിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇറാൻ പ്രൊട്ടസ്റ്റ് സമയത്ത് ഹിജാബിനെതിരെ ഞാനത് കൃത്യമായി ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 500-ലധികം പേരാണ് വെടിവെപ്പിലും അവിടെ പോലീസിൻ്റെ, അതായത് അടിച്ചൊതുക്കലിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട 500-ലധികം ഉണ്ട്. എന്നിട്ട് പല ആൾക്കാരെയും അവിടെ എക്സിക്യൂഷൻ നടത്തി, അതിനനുകൂലമായിട്ട് നിന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് മാസീവായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ് ഹിജാബിനെതിരെ അവിടെ നടന്നത്. ഇനി അടുത്ത സംഭവം, അവിടെ സാധാരണ ഇറാനിയൻസിന് അവിടുത്തെ എക്കണോമി ഈസ് ടു ബാഡ് സിറ്റുവേഷൻ, കറൻസിയുടെ വാല്യൂ ഇല്ല, ഈ പറയുന്ന സംഭവങ്ങളൊന്നും സാധാരണക്കാരന് അവിടെ കല്യാണം കഴിക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ല. പക്ഷെ ഇയാൾ റോയൽ റിച്ച് പ്രിവിലേജ്ഡ് ഫാമിലിയാണ്.